ചലഭത്തിലും സന്തതം കരതാരിയെന്നു ചാതുരി കാട്ടിയും അന്തചാരുകടാക്ഷമാലകളർക്കരശ്മിയിൽ നീട്ടിയും ചിന്തയാമണി മന്ദിരത്തിൽ വിളങ്ങുമീശനെ വാഴ്ത്തുവിൻ. ചിന്തയാമണി മന്ദിരത്തിൽ വിളങ്ങുമീശനെ വാഴ്ത്തുവിൻ. അടുത്തതായി നമ്മുടെ സീനിയർ ചേംബർ ഇന്റർനാഷണൽ കുരിങ്ങോടി റീജിയന്റെ പ്രസിഡന്റ് ശ്രീ പാപ്പു ജോസ് അവരുടെ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യും. അടുത്തതായി സീനിയർ ചേംബർ ഇന്റർനാഷണൽ നാഷണൽ കോർഡിനേറ്ററായ മനോജ് താഴെപ്പുരെ അവരുടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായി സെക്രട്ടറി സുഭാഷ് മാഷെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Meeting call to order. Senior Chamber International Kurimodi Region meeting call to order. സീനിയർ ഗ്രേഡ് വൈകിട്ടിന് വേണ്ടി സീനിയർ അരവിന്ദൻ ടി വി അവരുടെ വിളിക്കുകയാണ്. Senior Chamber grade. We believe that age is only a cycle, a number for the record that man cannot enter his experience, that he must use it responsibly and actively, and that he must be a paragon of perfect citizenship. 200 ചിങ്ങം 1 ഇന്ന് ചിങ്ങപ്പുലരി മലയാളിക്ക് ഇന്ന് കർഷക ദിനം. ഏവർക്കും ചിങ്ങപ്പുലരിയുടെയും കർഷക ദിനത്തിൻ്റെയും ആശംസകൾ. കർഷക അവാർഡ് ദാന ചടങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാളയും കലപ്പയും കർഷകൻ ചൂടും തൊപ്പിപ്പാളയും പോയാൽ പിന്നെ ഭൂമി സർവവും മരുഭൂമി. മലയാളത്തിന്റെ പ്രിയകവി വെള്ളിക്കുളം ഗോപാലക്കുറുപ്പിന്റെ വരികളാണ്. പൂങ്കോഴിതൻ പുഷ്കള കണ്ടനാളത്വം കെട്ടൻ കൊണർന്നു കൃഷിഫലന്മാർ. പൂങ്കോഴിയുടെ മനോഹരമായ കണ്ടനാദം കേട്ടുകൊണ്ട് കൃഷിയിടത്തിലേക്ക് പോകുന്ന കർഷകർ. പക്ഷേ ഇന്ന് പൂങ്കോഴി പോകിയാൽ കേസ് വരുന്ന കർഷകർക്കെതിരെ കേസ് വരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മുടെ കർഷകർ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിരുകാക്കുന്ന യോദ്ധാവും അതിരുകാക്കുന്ന കർഷകരും നാടിന് ഏറ്റവും പ്രിയപ്പെട്ടവരാണ്, ബഹുമാനിക്കപ്പെടേണ്ടവരാണ്. എന്നാൽ ഇന്ന് കർഷകർക്ക് അവർ അർഹിക്കുന്ന പരിഗണന കിട്ടുന്നുണ്ടോ എന്ന് നാം ചിന്തിച്ചു നോക്കേണ്ടിയിരിക്കുന്നു. കൃഷിയെക്കുറിച്ച് കാര്യമായി ഒന്നും തന്നെ പുതുതലമുറയ്ക്ക് അറിയില്ല. കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ആരും തയ്യാറുമല്ല. ഭക്ഷ്യവസ്തുക്കൾക്കായി അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കാനാണ് നമുക്ക് താല്പര്യം. ഈ രീതിക്ക് മാറ്റം വേണം. എങ്കിലേ നമ്മുടെ കാർഷിക മേഖലയ്ക്ക് പുരോഗതി ഉണ്ടാവുക. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നല്ല പിന്തുണ ലഭിക്കുക തന്നെ വേണം. അവ കാർഷിക അവാർഡിൽ ഒതുങ്ങി നിൽക്കുന്നതാവരുത്. ഇന്ന് കർഷക ആത്മഹത്യ സാധാരണമായിരിക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനവും വന്യമൃഗശല്യവും കാർഷിക മേഖലയിലേക്ക് കടക്കുന്നതിൽ നിന്നും ജനങ്ങളെ പിന്തിരിപ്പിക്കുന്നു. എല്ലാ വർഷവും ആവർത്തിക്കുന്ന ഈ ആഘോഷം കൊണ്ട് കർഷകർക്കോ കാർഷിക മേഖലയ്ക്കോ ഇതുവരെ കാര്യമായ ഗുണം ഒന്നും ഉണ്ടാകുന്ന ജനറേഷനാണ്. കൃഷിക്കാരുടെ മക്കളും ഇത് തന്നെയാണ് പറയുന്നത്. കൃഷിഭൂമി നോക്കി നടത്താൻ പുതുതലമുറ തയ്യാറാകാത്തത് കൊണ്ട് തന്നെ ഉള്ള ഭൂമി കിട്ടിയ തുകയ്ക്ക് വിൽക്കാൻ തയ്യാറാകുന്ന കർഷകരെയാണ് നമുക്ക് ചുറ്റും കാണാൻ കഴിയുന്നത്. ഈ പൊതുപ്രവണതയ്ക്ക്
അപവാദമായി ഉന്നത വിദ്യാഭ്യാസം ലഭിച്ച കുറച്ചു പേരെങ്കിലും കാർഷിക രംഗത്തേക്ക് വരുന്നു എന്നത് സന്തോഷകരമായ കാര്യമാണ്. എന്നാൽ അവരിൽ എത്ര പേർ 10 വർഷത്തിനപ്പുറത്തേക്ക് കൃഷിയിൽ അവശേഷിക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ? കാർഷിക ദിനാഘോഷങ്ങൾ പൊടിപൊടിക്കുമ്പോൾ ആരും തന്നെ കർഷകന്റെ കാർഷിക മുരടിപ്പിന്റെ കാരണങ്ങൾ ആഴത്തിൽ പരിശോധിക്കാറില്ല. ഈ ഒരു ആമുഖത്തിലൂടെ അത്തരമൊരു പരിശോധനയിലേക്ക് മുതിരുകയല്ല, മറിച്ച് അതിലേക്ക് വിരൽ ചൂണ്ടാൻ ശ്രമിക്കുകയാണ്. കാർഷിക മേഖലയുടെ പ്രശ്നങ്ങളെ കേവലം സാമ്പത്തിക തലത്തിൽ മാത്രം ചുരുക്കിക്കാണുന്ന ശൈലിയാണ് ഇന്നുള്ളത്. അത് ശരിയല്ല. വ്യാവസായിക നാഗരികതയുടെ വികാസവും ബഹുമാനായ പേരാവൂർ കൃഷിഭവന്റെ ഓഫീസർ ശ്രീമതി സാന്ദ്ര മേഡം, നമ്മുടെ ഒരു ഹാദ്യമായ ക്ഷണം സ്വീകരിച്ച് വളരെ കൃത്യസമയത്ത് തന്നെ നമ്മുടെ ഈ ചെറിയ വേദിയിൽ അവരുടെ സാന്നിധ്യം ഉറപ്പാക്കി കാത്തുമായിട്ട് ഞാൻ എൻ്റെ സന്ദേശം പ്രവർത്തിക്കുകയാണ്. നമുക്കറിയാം, ഇന്ന് ചിഹ്നം 1 കർഷക ദിനമായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളം ഗ്രാമാന്തരങ്ങളിൽ മറ്റെല്ലാ മേഖലകളിലും വളരെ വലിയ പരിപാടികളോടുകൂടി നടത്തപ്പെടുകയാണ്. അതിൻ്റെ ഭാഗമായി പേരാവൂർ ഗ്രാമപഞ്ചായത്തിലും ഇത്തരമൊരു പരിപാടി നടത്തിയിട്ടില്ല. കർഷകരെ ആദരിക്കുന്ന ഒരു ചടങ്ങ് എന്ന് പറയുമ്പോൾ ഇന്ത്യ മഹാരാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിന്റെ നട്ടെല്ല് കാർഷിക മേഖലയാണ്. 70% കർഷകർ ജീവിക്കുകയും കർഷക വൃത്തി കൊണ്ട് സമ്പാദിക്കുന്ന ധനവുമാണ് നമ്മുടെ രാജ്യത്തിന്റെ പുറത്തുള്ളത്. എന്നാൽ ഇത്തരമൊരു ദിനം കർഷക ദിനമായിട്ട് നമ്മൾ കൊണ്ടാടുമ്പോൾ ഇന്ത്യയിലെ കർഷകരെ വേണ്ട രീതിയിൽ നമ്മുടെ ഗവൺമെന്റുകൾ, സംസ്ഥാന ഗവൺമെന്റ് ആയാലും കേന്ദ്ര ഗവൺമെന്റ് ആയാലും അത് വേണ്ട രീതിയിൽ പരിഗണിക്കുന്നുണ്ടോ എന്നതാണ് ചോദ്യം. ഇവിടെ നമ്മുടെ ഈ ചെറിയ ചടങ്ങിൽ മെരിങ്ങോടി സീനിയർ ചേംബർ സെന്ററിന്റെ 2 മെമ്പർമാർ, ശ്രീ കെ ജോസഫും ശ്രീ ആരിപ്പള്ളി ചന്ദ്രൻ, ഈ 2 പേരും അവരുടെ മേഖലകൾ കൃഷിയിൽ വളരെ പ്രാവീണ്യം നേടി മികവുറ്റ കർഷകനായിട്ട് അംഗീകരിക്കപ്പെട്ട 2 പേരാണ്. ഇവിടെ ഈ 2 പേരെയും ഞങ്ങൾ ആദരിക്കുമ്പോൾ കഴിഞ്ഞ വർഷങ്ങളായി നമ്മുടെ ഗവൺമെന്റുകളിൽ നിന്ന് ഈ ആളുകൾക്ക് വേണ്ട രീതിയിലുള്ള പരിഗണന ലഭിച്ചിട്ടുണ്ടോ എന്ന് നാം പരിശോധിക്കണം. നമുക്കറിയാം, ഒരു കർഷകൻ തന്റെ ആയുസ് മുഴുവൻ ഏതാണ്ട് 10-60 വർഷക്കാലത്തോളം കൃഷി ചെയ്ത് 60 വയസ്സ് പൂർത്തിയായാൽ ആ കർഷകന് ലഭിക്കുന്നത് കർഷക തൊഴിലാളി പെൻഷൻ എന്ന് പറയുന്നത് 1600 രൂപയാണ്. അത് കാർഷിക വൃത്തി അല്ലാതെയും ഒരു തൊഴിൽ ചെയ്യാതെയും ഒരാള് 60 വയസ്സ് പൂർത്തിയായാൽ 1600 രൂപ അവർക്ക് പെൻഷൻ ലഭിക്കും. അവിടെ തന്നെ ഒരു കർഷകനെ എത്രമാത്രം നമ്മുടെ സർക്കാരുകൾ അവഗണിക്കുന്നു എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഏറെ ഞാൻ അത് സംബന്ധിച്ചിട്ട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ നമ്മുടെ ബഹുമാനായ നമ്മുടെ പേരാവൂർ കൃഷിഭവൻ ഓഫീസർ ശ്രീമതി സാന്ദ്ര മേഡം, ഇന്നത്തെ സാഹചര്യത്തിൽ സാന്ദ്ര മേഡത്തെ സംബന്ധിച്ചുള്ള പ്രായമുള്ളവർക്ക് ഒട്ടേറെ സാധ്യതകൾ വിദേശത്തും ഇന്ത്യക്കകത്തും ഒട്ടേറെ സാധ്യതകളുണ്ട്. എന്നാൽ അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഒരു നല്ല കൃഷി ഓഫീസറായി അവരുടെ സേവനത്തെ ഞാൻ അഭിനന്ദിക്കുക. കാരണം ഞാൻ ഏതാണ്ട് 2 വർഷത്തിന് ഇപ്പുറം തോന്നുന്നു ഓഫീസറോട് ചാർജ്. അതെ, അപ്പൊ അവരുടെ സേവനത്തെ വീക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ. കഴിഞ്ഞൊരു മീറ്റിംഗിനകത്ത് അവരുടെ മീറ്റിംഗിൽ പങ്കെടുത്തിരുന്നു. കഴിഞ്ഞ ദിവസം എന്റെ വ്യക്തിപരമായ ഒരു ആവശ്യത്തിൽ ഞാൻ അദ്ദേഹത്തെ അവരെ വിളിച്ചപ്പോ അവര് ഒരു നമ്പർ, ഒരു കശ്മാവതിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ആ നമ്പർ അവര് ആ പറഞ്ഞ സമയത്ത് തന്നെ എന്റെ വാട്സാപ്പിലേക്കും ഞാനത് ബന്ധപ്പെട്ടവരെ വിളിച്ച് എനിക്ക് നേടാവേണ്ട കാര്യം എനിക്ക് നേടിയെടുക്കാൻ വേണ്ടി സാധിച്ചു. അപ്പൊ അത്തരം അർപ്പണ മനോഭാവത്തോടു കൂടി ഈ കാർഷിക രംഗത്ത് പ്രവർത്തിക്കാൻ സാന്ദ്ര മേഡത്തെ പോലുള്ള ആളുകൾ കടന്നു വരുന്നതിൽ നമുക്ക് അഭിമാനിക്കാം. അതിൽ ഏറെ സന്തോഷം പ്രകടിപ്പിക്കാം. ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ യോഗത്തിനകത്ത് വളരെ ചെറിയ ഹ്രസ്വമായ യോഗമാണെങ്കിൽ പോലും
ഒറ്റ വാക്കിൽ സ്വാഗതം പറയുന്നതോടൊപ്പം ഈ യോഗത്തിൽ സംബന്ധിച്ചിട്ടുള്ള കൃഷി ഓഫീസർ സന്ദർഭത്തെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ ആദ്യമായി സ്വാഗതം പറയുകയാണ്. അതോടൊപ്പം തന്നെ സീനിയർ ചേംബർ തിരുകോടിയുടെ ബഹുമാനായ പ്രസിഡന്റ് ശ്രീ ബാബു ജോസഫ് അവർ, സീനിയർ ബാബു ജോസഫ് അവർ, അദ്ദേഹത്തെ ഈ യോഗത്തിൽ ഞാൻ ഹാർദമായി സ്വാഗതം ആശംസിക്കുന്നു. സീനിയർ ചേംബറിന്റെ നാഷണൽ കോർഡിനേറ്റർ ശ്രീ മനോജ് താഴെപ്പുരി, അദ്ദേഹം കൃത്യസമയത്ത് വിളിച്ചവരുടെ അദ്ദേഹത്തെ ഞാൻ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ സീനിയർ ചേംബറിന്റെ ബഹുമാനായ ട്രഷറർ ശ്രീ എൻ കെ മോഹൻദാസ്, അദ്ദേഹവും ഇവിടെ സന്നിഹിതരാണ്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ മിരിപ്പാടി സെൻട്രൽ റീജിയന്റെ ബഹുമാനായ വൈസ് പ്രസിഡന്റ് ശ്രീ വർക്കി മാസ്റ്റർ, സീനിയറിന്റെ പ്രസിഡന്റ് ശ്രീ സാരി വർക്കി ടീച്ചർ, അതുപോലെ തന്നെ ചന്ദ്രപതി ടീച്ചർ ഉൾപ്പെടെ ഇവിടെ എത്തിയിട്ടുള്ള മുഴുവൻ ആളുകളെയും പേരെടുത്ത് പറയുന്നില്ല, മുഴുവൻ അംഗങ്ങളെയും കുടുംബാംഗങ്ങളെയും സീനിയർ ചേംബർ മിനിമോൾ സെന്ററിന് വേണ്ടി ഊഷ്മളമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ യോഗ നടപടികൾ നേതൃത്വത്തിന് വേണ്ടി ബഹുമാനായ സീനിയർ ചേംബർ പ്രസിഡന്റ് ശ്രീ ബാബു ജോസഫ് അവരുടെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. കൃഷി ഓഫീസർ സാമ്പ്രാമങ്ങൾ, സീനിയർ ചേംബർ ഇന്റർനാഷണൽ ശ്രീ സുഭാഷ് മാസ്റ്റർ, ട്രഷറർ മോഹൻദാസ്, വൈസ് പ്രസിഡന്റ് മൽക്കി മാസ്റ്റർ, ജോയിന്റ് സെക്രട്ടറി അരവിന്ദ്, സീനിയർ പ്രസിഡന്റ് സാരി ടീച്ചർ, സീനിയർ ചേംബർ ഇന്റർനാഷണലിന്റെ ഒരുപാടിലെ എൻ്റെ സഹപ്രവർത്തകരെ, പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ, ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ചിങ്ങം 1 കർഷക ദിനമാണ്. കർഷകരെ സംസ്ഥാന സർക്കാർ സംസ്ഥാനത്തെ കർഷക വിഭാഗങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകളെ ആദരിക്കുന്ന ഒരു ദിവസമാണ്. ഇന്ന് രാവിലെ നമ്മുടെ പഞ്ചായത്തിലും നമ്മുടെ കൃഷിവകുപ്പിന്റെ കീഴിലും അതുപോലുള്ള തിരഞ്ഞെടുക്കപ്പെട്ട കർഷകരെ ആദരിക്കുകയുണ്ടായി. സീനിയർ ചേംബറിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഞങ്ങളിവിടെ ആദരിക്കുന്നത് ഞങ്ങളുടെ തന്നെ 2 മെമ്പർമാരെയാണ്. ഈ 2 മെമ്പർമാർ കാർഷിക മേഖലയിലെ അവരർപ്പിച്ചിട്ടുള്ള സേവനങ്ങൾ, അവർക്ക് ലഭിച്ചിരിക്കുന്ന പുരസ്കാരങ്ങൾ അവർ ഈ രാജ്യത്തിന് വേണ്ടിയും അവരുടെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടിയും കൃഷിയോട് അവർ കാണിക്കുന്ന താല്പര്യങ്ങൾ ഞങ്ങൾക്ക് ആർക്കും ഇല്ലാത്തൊരു പ്രത്യേകത അവരിൽ 2 പേരിൽ ഞങ്ങളെ കണ്ടുവെക്കുന്നതാണ്. ഈ ദിവസം തന്നെ അവരെ ആദരിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചത്. ഞങ്ങൾ ഈ വിവരം കൃഷി ഓഫീസറുമായി സംസാരിച്ചപ്പോൾ വളരെ താല്പര്യത്തോടുകൂടി സീനിയർ ചേംബർ എന്താണെന്ന് അവരുടെ കൗതുകത്തോടുകൂടി വീക്ഷിക്കുകയും അതോടൊപ്പം തന്നെ കൃഷിക്കാരനെ ആദരിക്കുന്ന ഒരു പരിപാടിയാണ് എങ്കിൽ തീർച്ചയായും വരുമെന്ന് പറഞ്ഞാൽ അവരുടെ പല തിരക്കുകൾക്കിടയിലും ഇന്ന് അവരെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. അവരെ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം വിട്ടുപോയി തുടക്കത്തിൽ തന്നെ ചെയ്യേണ്ടതായിരുന്നു. നമുക്കറിയാം, നമ്മുടെ അടുത്ത പ്രദേശമായ വയനാട്ടിലും തിരുവനന്തപുരം കഴിഞ്ഞ ദിവസമുണ്ടായ ദാരുണമായ സംഭവം. ആ സംഭവത്തിൽ ധാരാളം കൃഷിക്കാർ, ധാരാളം തൊഴിലാളികൾ, 700-ലധികം ആളുകൾ ഈ ലോകത്തിൽ നിന്ന് മണ്ണടിയിലായി പോയിട്ടുണ്ട്. അവരെയെല്ലാം അനുസ്മരിക്കുന്നതിന് വേണ്ടി ഒരു നിമിഷം നമുക്ക് എഴുന്നേറ്റ് നിൽക്കണം എന്ന് അപേക്ഷിക്കുകയാണ്. ഇത് പാലിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ആമുഖമായ ആ പ്രസ്താവനയിൽ കൃഷിക്കാരെ അനുഭവിക്കുന്ന പ്രയാസങ്ങളും ദുരിതങ്ങളും വളരെയധികം വേദനയോടുകൂടി മാത്രമേ നമുക്ക് വീക്ഷിക്കാൻ സാധിക്കുന്നുള്ളൂ. നമുക്കറിയാം, ഇന്നിപ്പോൾ ഓരോ പ്രദേശങ്ങളിലും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന കോൺക്രീറ്റ് കെട്ടിടങ്ങൾ വളർന്നു വരുമ്പോൾ സ്വാഭാവികമായും അവിടെ 4 തെങ്ങുണ്ടെങ്കിൽ 4 മരങ്ങൾ മുറിച്ചുകൊണ്ടാണ് അവിടെ ഈ നിർമ്മാണ പ്രവൃത്തി നടക്കുന്നത്. അത് പശ്ചിമഘട്ടങ്ങളിലായാൽ പോലും ടൗൺ ഏരിയകളായാൽ പോലും നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മരങ്ങളാണ്. മരങ്ങൾ നഷ്ടപ്പെട്ടാൽ ഉണ്ടാകുന്ന പ്രത്യേകം നമുക്കറിയാം, ആഗോളതാപനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ആഗോളതാപനം വർദ്ധിക്കുമ്പോൾ അതനുസരിച്ച് കാലവർഷക്കെടുതി നമുക്ക് മഴക്കാലത്ത് സംഭവിക്കും. ഈ മഴ
അവയെ ഉൾക്കൊള്ളാനുള്ള പ്രാപ്തി ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മുടെ പശ്ചിമഘട്ടത്തിൽ ഇല്ലാന്ന് നമുക്കറിയാം. കാരണം വളർന്നുകൊണ്ടിരിക്കുന്ന കോറി, വളർന്നുകൊണ്ടിരിക്കുന്ന പശ്ചിമഘട്ടത്തെ തകർത്തുകൊണ്ടിരിക്കുന്ന മറ്റ് പല പ്രയോഗങ്ങളും കൃഷിക്കാരുടെ ഒരു തൂമ്പെടുത്ത് കളിച്ചുകൊണ്ടിരുന്നല്ല നമ്മൾ നടക്കുന്നത്. മറിച്ച് ആ പശ്ചിമഘട്ട മലനിരകളെ തകർക്കാൻ വേണ്ടിയുള്ള കുൽസിത ശ്രമങ്ങൾ നടക്കുമ്പോൾ വ്യാവസായിക മേഖലയിലുള്ളവർ, ക്വാറി മേഖലയിലുള്ളവർ അത് തകർക്കുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്നത് ഉണ്ടാകാൻ പോകുന്ന വലിയ വലിയ നാശനഷ്ടങ്ങളെ കുറിച്ച് നാം കാണുന്നു. അതാണ് ഇപ്പോൾ വയനാടും അതുപോലെ തന്നെ വയനാട്ടിലും ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അതുപോലെ ഓരോ വർഷവും സംഭവിച്ചിട്ട് കൂടുതൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ എന്താണ് നമുക്ക് വേണ്ടത് എന്നതിനെ കുറിച്ച് ഭരണാധികാരികൾ തീരുമാനിക്കും എന്ന് പ്രതീക്ഷിക്കാം. കാരണം മാധവഗാന്ധി റിപ്പോർട്ട് അതേപടി നടപ്പിലാക്കണം എന്നില്ലെങ്കിലും അതിൻ്റെ കുറേ കാര്യങ്ങൾ നമ്മൾ അംഗീകരിച്ചില്ല എങ്കിൽ ഭാവി തലമുറയ്ക്ക് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ ദോഷമായിരിക്കുമെന്ന് പറയാതിരിക്കാൻ പ്രവൃത്തിയില്ല. ഈ സാഹചര്യത്തിൽ ഇവിടെ ഞങ്ങൾ ആദരിക്കപ്പെടുന്ന കൃഷിക്കാരെ അഭിനന്ദിക്കാൻ കൂടിയാണ് മറ്റ് കൃഷിക്കാരെ എത്തിച്ചേർത്തത് എന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങളുടെ ഈ സംരംഭങ്ങൾ വളരെ വിജയപ്രദമായി തീരുന്ന നിങ്ങളുടെ കൂടി സഹകരണം എന്നും ഉണ്ടാകണം. സീനിയർ ചേംബർ ഇന്റർനാഷണൽ മുരിങ്ങോട് മേഖല, മുരിങ്ങോട് റീജിയൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് ശ്രീ മോഹൻദാസ് ഇവിടെ ചെറുതായി വിവരിക്കും. ഞങ്ങളുടെ എല്ലാ സംരംഭങ്ങളും നിങ്ങളുടെ എല്ലാം പിന്തുണ ഉണ്ടാകണമെന്ന് മാത്രം നിർത്തുന്നു. അഭിവാദ്യങ്ങൾ. ലിജന്റെ ഇതുവരെ നമ്മൾ അച്ചീവ്മെന്റ് വിവരിക്കാൻ സീനിയർ ചേംബർ ഇന്റർനാഷണൽ 1989 കോഴിക്കോട് ഒരു പറ്റം ജൂനിയർ ചേംബറിന്റെ ആൾക്കാർ സീനിയർ ആയപ്പോൾ അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന സന്തോഷത്തിലാണ് സീനിയർ ചേംബറിനെ ഒരു കൂട്ടം ആൾക്കാരാണ് സീനിയർ ചേംബർ രൂപീകരിക്കുന്നത്. ഇന്ന് 215ഓളം ലീജിയൻ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഈ ക്ലബ്ബ് രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പം 3500 മെമ്പർമാരിൽ ആക്റ്റീവായിട്ടുള്ള മെമ്പർമാരുണ്ട്. ഇത് 5000 ആക്കുക എന്നുള്ളതാണ് ഈ വർഷത്തെ നമ്മുടെ ചിന്ത. അതിന്റെ അടിസ്ഥാനത്തിൽ മുരിങ്ങോട് ലീജിയൻ കഴിയുന്ന ഒരു പ്രവൃത്തി എന്ന നിലയിൽ നമ്മൾ എറണാകുളത്ത് നമ്മളൊരു ലീജിയൻ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. ഇതൊരു നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷനാണ്, ചാരിറ്റിയാണ് ഇതിന്റെ മുഖമുദ്ര. അതോടുകൂടി ഈ സീനിയർ ആയിട്ടുള്ള ആൾക്കാർ ഏജ് ഈസ് ഓൺലി എ സൈൻ ഫോർ നമ്പർ ഫോർ ദ റിക്കോർഡ്. റിക്കാർഡിന് വേണ്ടിയിട്ടുള്ള ഒരു നമ്പർ മാത്രമാണ് ഏജ്. ഈ റിട്ടയർ ആയിട്ടുള്ള ആൾക്കാരുടെ പ്രവർത്തന മേഖല നമുക്ക് സമൂഹത്തിന് വേണ്ടി ഉപയോഗപ്രദമാക്കാൻ സാധിക്കും എന്ന അറിവുകൊണ്ടാണ് ഒരുപാട് ചാരിറ്റി വർക്കുകൾ നമ്മൾ ചെയ്യുന്നത്. അതിലൊന്നാണ് ഇവിടെ പാവപ്പെട്ട കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടി ആയിരക്കണക്കിന് കുട്ടികൾക്ക് ഒരു വർഷം ഒരു കുട്ടിക്ക് 10,000 രൂപ വെച്ച് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഞാൻ ഈ നാച്ചുറൽ കലാമിറ്റി വന്നപ്പോൾ, ലാൻഡ് സ്ലൈഡിങ് വന്നപ്പോൾ നമ്മുടെ ലീജിയൻ അടക്കം ഇതിന് ബന്ധപ്പെട്ട് നമ്മുടെ സംഭാവനകൾ നൽകി ഒരു 5 വീട് എടുത്തു കൊടുക്കാനുള്ള തീരുമാനം നമ്മൾ എടുത്തിട്ടുണ്ട്. അതിന്റെ ഔപചാരിക ഉദ്ഘാടനം നമ്മുടെ ലീജിയന്റെ കൂടി ഇവിടെ നടക്കുകയാണ്. നമ്മുടെ മെമ്പറായിട്ടുള്ള ചന്ദ്രാട്ടന്റെ മകള് സൂചിപ്പിച്ചിട്ടുള്ള അവരുടെ കുടുക്ക പൊട്ടിച്ചിട്ടുള്ള 1100 രൂപയാണ് ഇവിടെ നമുക്ക് സംഭാവനയായി ആദ്യം എത്തിയിട്ടുള്ളത്. അത് നമ്മൾ മേഡത്തിനോട് അഭ്യർത്ഥിക്കുകയാണ് ഇത് നമ്മൾ ലീജിയന് വേണ്ടി നമുക്ക് തരാൻ വേണ്ടി. പിന്നെ നമ്മളുടെ പ്രവർത്തനം എന്ന് പറയുന്നത് വീൽ ചെയർ കൊടുക്കുക, നമ്മുടെ ആർട്ടിഫിഷ്യൽ ലെഗ് കൊടുക്കുക, പിന്നെ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ, പിന്നെ സ്ലീപ്പിംഗ് മെഷീൻസ് ഇതൊക്കെ കൊടുത്ത് ജനങ്ങളിൽ ഹാപ്പിനെസ് നിറക്കുന്നതോടൊപ്പം തന്നെ ഈ സീനിയർ ചേംബറിന്റെ മെമ്പേഴ്സിന് ഹാപ്പിനെസ് കൊണ്ടുവരാൻ വേണ്ടി ഒരുപാട് ആക്ടിവിറ്റീസ് നമ്മൾ നടത്തുന്നുണ്ട്. സംഗീതം, സാഹിത്യം, ടൂറുകൾ ഇതൊക്കെ സംഘടിപ്പിച്ച് ഈ എന്താ പറഞ്ഞാൽ നമ്മൾ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ജീവിതം അവസാനിച്ചിട്ടുള്ള ചിന്തയുണ്ട്. അത് മാറ്റി ആ പ്രായമായിട്ടുള്ള ആ ജനങ്ങളിലുള്ള തോന്നിയിട്ട് അവർക്ക് ക്ഷീണം വരാൻ പാടില്ല എന്ന് തോന്നി അവർക്ക് ഡോപാമിൻ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ഉള്ള ഹാപ്പിനെസ് ആക്ടിവിറ്റീസ് ആണ് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത്. കൂടുതൽ ആളുകളെ പ്രവർത്തനം നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഇത്രയാണ് നമ്മളുടെ പ്രവർത്തനത്തെ കുറിച്ച് പറയാനുള്ളത്. ഇപ്പൊ ഇതിലേക്ക് കൂടുതൽ ആൾ വന്നുകൊണ്ടിരിക്കുന്നത് ഒരു സന്തോഷപ്രദമായിട്ടുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സംഘടനയാണ്. ഇത്രയാണ്. താങ്ക് യു. പ്രശ്നവുമാണ്. അതിനുവേണ്ടി അവർ
എല്ലാവരും എനിക്ക് പരിചയമുള്ള ആൾക്കാരല്ല. പക്ഷെ നമ്മുടെ കാർഷിക വികസന സമിതിയിലെ അംഗങ്ങളായിട്ടുള്ള മനോജേട്ടൻ, ബാബു ജോസ് ചേട്ടനും, പിന്നെ നമ്മുടെ ചന്ദ്രബോസേട്ടനുണ്ട്. പിന്നെ നമ്മളിവരൊക്കെ ഈ കൃഷിഭവനുമായിട്ട് നേരിട്ട് ഒരുപാട് തവണ ഇടപെടേണ്ടി വരുന്ന ആളുകളാണ്. പിന്നെ നമ്മുടെ പേരാവൂർ ഗ്രാമപഞ്ചായത്തിൽ 4 ഫെർട്ടിലൈസർ ഡിപ്പോകളാണുള്ളത്. അതിനകത്ത് മോഹൻദാസ് ചേട്ടനുണ്ട്. അപ്പോൾ ഇവരൊക്കെ നമുക്ക് പരിചയമുള്ള ആളുകളാണ്. പക്ഷെ ഇവരൊരു സീനിയർ ചേംബർ ഇന്റർനാഷണൽ എന്നുള്ളൊരു അസോസിയേഷനിൽ പ്രവർത്തിക്കുന്ന വിവരം എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് സീനിയേഴ്സ് ആയിട്ടുള്ള, അതായത് റിട്ടയർഡ് ആയിട്ടുള്ള ആളുകൾ അവരുടെ റിട്ടയർമെന്റ് ലൈഫിൽ ഉള്ള എനർജി നമ്മൾ ആളുകൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിന്റെ ഉദ്ദേശമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ 1 വർഷം ആയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ 1 വർഷം പോലും ആയിട്ടില്ലാത്ത ഈ ഒരു അസോസിയേഷൻ ഈ ഒരു പരിപാടി ഇങ്ങനെ, അതായത് കർഷകരെ ആദരിച്ചുകൊണ്ട് ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചു എന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ആ സന്തോഷം ഞാൻ ഇവിടെ അറിയിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ഇവിടെ ചന്ദ്രേട്ടനെ നമുക്ക് വളരെ പരിചയമുള്ള ആളാണ്. നമ്മുടെ പഞ്ചായത്തിന് മുൻപ് നമ്മൾ കൃഷിഭവൻ തലത്തിൽ ആദരിച്ചിട്ടുള്ള കർഷകനാണ്. ചന്ദ്രേട്ടന്റെ മകളും ഈ വയനാട് നമ്മുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇത്തരത്തിലൊരു ഫണ്ട് കളക്ഷൻ എടുത്തതിലും ഞാനെന്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. പിന്നെ 2 കർഷകർക്കും, ഇവിടെ ആദരിക്കപ്പെടുന്ന 2 കർഷകർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. പിന്നെ പറയാനുള്ള കാര്യം, നമ്മുടെ ശ്രീ ചന്ദ്രബോസ് ചേട്ടൻ നമുക്ക് ആദ്യത്തെ സംസാരിച്ചപ്പോൾ കർഷകർ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് അവതരിപ്പിച്ചു. അപ്പോൾ ഇത് നമ്മൾ പല രീതികളിലും പലപ്പോഴും കേൾക്കുന്ന പ്രശ്നങ്ങൾ തന്നെയാണ്. നമ്മൾ സർക്കാർ ഒരു ഉദ്യോഗസ്ഥ എന്ന നിലയ്ക്ക് നമ്മളാൽ കഴിയുന്ന എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ കൃത്യമായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, കപ്പയും നൂഡിൽസും കഴിക്കുന്നതും തമ്മിലുള്ള ഒരു വ്യത്യാസത്തെ പറ്റി പരാമർശിച്ചതായിട്ട് കണ്ടു. കപ്പയാണെങ്കിലും നൂഡിൽസ് ആണെങ്കിലും അതുണ്ടാക്കാൻ കർഷകൻ തന്നെ വേണം എന്നുള്ളതാണ് ഞാൻ പറയാനുള്ളത്. ഇതിലെന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്ന് എനിക്ക് അറിയത്തില്ല. ഇവിടെ ഇരിക്കുന്നവരില് എല്ലാവരും കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർ തന്നെയാണോ? എനിക്ക് അല്ല, കൃഷിയിലേക്ക് ഓക്കെ. അപ്പോ നമ്മള് സാങ്കേതിക വിദ്യ എല്ലാ മേഖലയിലും നമ്മൾ ഉപയോഗപ്രദമാക്കി കൊണ്ടുവരുന്ന ഒരു സമയമാണ്. നമുക്ക് നിലവില് കൃഷി ചെയ്യുന്ന ആളുകൾക്ക് അറിയാം, എയിംസ് പോർട്ടലിനെ കുറിച്ച് അറിയുന്നുണ്ടായിരുന്നു. നമുക്ക് വിള ഇൻഷുറൻസിനൊക്കെ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നത് എയിംസ് പോർട്ടൽ വഴിയാണ്. അപ്പൊ പല രീതിയിലുള്ള സേവനങ്ങൾ ലഭിക്കാൻ കർഷകർ പല ആപ്പുകളെ സമീപിക്കേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം ഇന്ന് നമ്മുടെ കേരള ഗവൺമെന്റ് ഈ കർഷകന് വേണ്ട സർവീസസ് എല്ലാം തന്നെ ഒരൊറ്റ കുടക്കീഴിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു ആപ്പ് ഡിസൈൻ ചെയ്ത് അതിന്റെ ഉദ്ഘാടനം ഇന്ന് തിരുവനന്തപുരത്ത് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ നിർവഹിച്ചിട്ട് ആ ആപ്പിന്റെ പേര് കതിർ എന്നാണ്. അപ്പോൾ ആ ആപ്പ് പല ഘട്ടങ്ങളായിട്ടാണ് അതിന്റെ പ്രവർത്തനങ്ങൾ നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിന്റെ QR കോഡൊക്കെ നമ്മൾ ഗ്രൂപ്പുകളിൽ സർക്കുലേറ്റ് ചെയ്യുന്നതായിരിക്കും, കൃഷിഭവനിൽ പ്രദർശിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ QR കോഡ് സ്കാൻ ചെയ്ത എല്ലാവരും ആ ആപ്പ്, അതായത് കർഷകരായിട്ടുള്ള എല്ലാവരും ആ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയും അതിൽ രജിസ്റ്റർ ചെയ്യുകയും വേണ്ടതാണ് എന്ന് അറിയിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ നമുക്ക് പറയാനുള്ളത് ജൈവ കാർഷിക മിഷൻ എന്നൊരു പദ്ധതിയല്ല, അതൊരു മിഷനാണ്. നമുക്കതിന് ഫണ്ട് അലക്കേറ്റ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു പദ്ധതിയല്ല ജൈവ കാർഷിക മിഷൻ. നമ്മൾക്കറിയാം, രാസവളങ്ങളും രാസകീടനാശിനികളും ഉപയോഗിക്കുന്നതിന്റെ പരിണിത ഫലങ്ങൾ നമ്മൾ ഇപ്പോൾ ഗ്രീൻ റവല്യൂഷന്റെ സമയത്തൊക്കെ നമ്മൾ അതിനെ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവന്നു. പക്ഷെ അതിന്റെ ദോഷഫലങ്ങളൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. അപ്പോൾ പഴമയിലേക്കുള്ള ഒരു തിരിച്ചുപോക്ക് എന്ന് തന്നെ നമുക്ക് പറയാം ജൈവ കാർഷിക മിഷൻ. നമ്മൾക്ക് ഓരോ വീടുകളിലും, നമ്മളിപ്പോൾ പേരാവൂരിനെ സംബന്ധിച്ചിടത്തോളം വീട്ടിലൊരു കൂട് പച്ചക്കറിയെങ്കിലും വയ്ക്കാത്ത ആളുകൾ കുറവായിരിക്കും. അപ്പോൾ അത്തരത്തിൽ നമ്മൾക്ക് ആവശ്യമുള്ള കുറച്ച് പച്ചക്കറിയെങ്കിലും വീടുകളിൽ എല്ലാവരും ഉണ്ടാക്കുക. അല്ലെങ്കിൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന കർഷകരാണെങ്കിൽ അവർ കൃഷി ചെയ്യുന്നതിന്റെ ഒരു ഭാഗമെങ്കിലും, 1 ഏക്കർ ചെയ്യുന്ന ആളാണെങ്കിൽ 10 സെന്റെങ്കിലും ജൈവമായിട്ടുള്ള രീതിയിൽ ചെയ്യുക. അത് കൃഷിഭവനിൽ ആയിട്ട് ബന്ധപ്പെട്ട് കൃഷിഭവനായിട്ട് ഡിസ്കസ് ചെയ്ത് ചെയ്യുക, അവരെ ആ പദ്ധതിയുടെ കീഴിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ വർഷം 10 ഹെക്ടർ, രണ്ടാമത്തെ വർഷം വീണ്ടും ഒരു 10 ഹെക്ടർ, അങ്ങനെ 5 വർഷം കൊണ്ട് 50 ഹെക്ടർ നമ്മൾ ജൈവ കൃഷിയുടെ കീഴിൽ ഓരോ പഞ്ചായത്തിലും, പേരാവൂർ പഞ്ചായത്തിൽ
5 വർഷം കൊണ്ട് 50 ഹെക്ടർ കൃഷി ജൈവ രീതിയിലാക്കുക എന്നുള്ളതാണ് ഈ ഒരു മിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിനായിട്ട് നമുക്ക് സാമ്പത്തികമായിട്ടുള്ള സബ്സിഡികളൊന്നും കൊടുക്കാനില്ല. നമുക്ക് ചെയ്യാൻ കഴിയുന്ന എന്താ വെച്ചാൽ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ള കർഷകർക്ക് നമ്മൾക്ക് ഡിപ്പാർട്ട്മെന്റിൽ കൊടുക്കുന്ന ബാക്കി പദ്ധതികൾ, അതായത് പച്ചക്കറി തൈ വിതരണങ്ങളായാലും പച്ചക്കറി വിത്ത് വിതരണമായാലും മറ്റ് സബ്സിഡികൾ കൊടുക്കുന്നതായാലും ഈ ജൈവ കാർഷിക മിഷനിൽ ഉൾപ്പെട്ട കർഷകർക്ക് മുൻഗണന കൊടുത്തുകൊണ്ട് ചെയ്യുക എന്നതാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ആരെങ്കിലും ചെയ്യുന്ന ആളുകൾ, അതായത് ജൈവ കൃഷി ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ ഇപ്പം ചന്തയുടെ എത്ര സ്ഥലത്ത് പച്ചക്കറി ചെയ്യുന്ന അല്ല വർഷത്തില് പച്ചക്കറി ഇപ്പം ചെയ്യുന്നില്ല. അപ്പൊ അത്തരത്തിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യുക, കൃഷിഭവനിൽ അറിയിക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ രീതിയിൽ നമുക്കൊരു മുൻഗണന ലഭിക്കുന്നതായിരിക്കും. ജൈവ കൃഷി ചെയ്യുന്നവർക്ക് ഏതൊരു പദ്ധതിയിലും മുൻഗണന നൽകാനാണ് നമുക്ക് സർക്കാർ നമ്മുടെ അടുത്ത് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഈ ഒരു 2 പദ്ധതികൾ, അതായത് ഖദർ ആപ്പിനെ കുറിച്ചും ജൈവ കാർഷിക മിഷനാണ് നമ്മളിപ്പോ സർക്കാർ ഏറ്റവും പുതുതായിട്ട് മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുകയാണ്. അതോടൊപ്പം തന്നെ വയനാട് ദുരന്തത്തിൽ ഇരയായിട്ടുള്ളവരെ സഹായിക്കുന്നതിന് വേണ്ടി സീനിയർ ചേംബർ ഇന്റർനാഷണൽ മുരിങ്ങോടി ലീജിയൻ സഹായധനം സ്വീകരിക്കുന്നുണ്ട്. ഇവിടെ 4 വയസ്സുള്ള ചന്ദ്രാട്ടന്റെ മകന്റെ മകള് 4 വയസ്സുള്ള സഹസ്രമൂല്യ സമാഹരിച്ച തുക അത് ഏറ്റുവാങ്ങുന്നത് ചന്ദ്ര മേഡമാണ്. അതിനുവേണ്ടി ചന്ദ്രാട്ടനെ ക്ഷണിക്കുകയാണ്. അടുത്തതായി ശ്രീ കെ ജോസഫ് അവർക്കളെ ആദരിക്കുന്നത് കൃഷി ഓഫീസറാണ്. കെ ജോസഫിനെ കുറിച്ച് 2 വാക്ക്. ഇന്ത്യയിൽ റബ്ബർ നിയമം നടപ്പാക്കിയതിന്റെയും അതുവഴി ഇന്ത്യൻ റബ്ബർ ബോർഡ് രൂപീകൃതമായതിന്റെയും പ്ലാറ്റിനം ജൂബിലി കൊണ്ടാടുമ്പോൾ അത് ലക്ഷക്കണക്കിന് വരുന്ന റബ്ബർ കർഷകരുടെ ആഘോഷവേളയാണ്. ഏറ്റവും മികച്ച നിലവാരത്തിൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കാനും പ്രാഥമിക സംസ്കരണം നടത്താനും ഇന്ന് കേരളത്തിലെ കർഷകർ സമർത്ഥരാണ്. പേരാവൂരുകാർക്ക് അഭിമാനിക്കാവുന്ന വക നൽകുന്ന പ്രവർത്തനമാണ് ശ്രീ കെ ജോസഫ് എന്ന കർഷകൻ നടത്തിവരുന്നത്. അത്യുൽപാദന ശേഷിയുള്ള തൈകൾ സ്വന്തമായി വികസിപ്പിച്ചുകൊണ്ടാണ് ശ്രീ കെ ജോസഫ് ശ്രദ്ധേയനാവുന്നത്. അദ്ദേഹത്തിന് സീനിയർ ചേംബർ ഇന്റർനാഷണൽ മോഡിന്റെ എല്ലാവിധ ഭാവുകങ്ങളും അതോടൊപ്പം തന്നെ പരിമിതമായ സ്ഥലത്ത് കൂടുതൽ ഉൽപാദനം, ജൈവ രീതിയിലുള്ള നാടൻ കൃഷി രീതികൾ, നൂതന സാങ്കേതിക രീതികൾ എന്നിങ്ങനെ ഒരു സാധാരണക്കാരന് ചെയ്യാവുന്നതും അറിഞ്ഞിരിക്കേണ്ടതുമായ എല്ലാം ശ്രീ കെ ജോസഫ് കാട്ടിത്തരുന്നു. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അടുത്തത് അരിപ്പള്ളി ചന്ദ്രൻ അവർക്കാണ്. സംയുക്തവും സമഗ്രവുമായ കൃഷിരീതികൾ ഇന്നത്തെ പ്രതികൂല പരിസ്ഥിതി സംരക്ഷണത്തിന് ഊന്നൽ നൽകുന്ന ചുരുങ്ങിയ വിഭവങ്ങളിലും കാലയളവിലും ഫലഭൂയിഷ്ടമായി മനോഹരമായ കൃഷിരീതികൾ എങ്ങനെ സാധ്യമാക്കാമെന്ന് ശ്രീ അരിപ്പള്ളി ചന്ദ്രൻ അവർ നമുക്ക് മുന്നിൽ കാട്ടിത്തരുന്നു. വിളകളിലെ വൈവിധ്യവും പരിമിതമായ സ്ഥലത്ത് കൂടുതൽ ഉൽപാദനം, ജൈവ രീതിയിലുള്ള നാടൻ കൃഷിരീതികൾ, നൂതന സാങ്കേതിക വിദ്യകൾ എങ്ങനെ ഒരു സാധാരണക്കാരന് ചെയ്യാൻ സാധിക്കുമെന്ന് ചന്ദ്രേട്ടൻ നേരത്തെ തന്നെ കാട്ടിത്തന്നിട്ടുള്ളതാണ്. അദ്ദേഹത്തെ ഹാർദവുമായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു മേഡം. ഇവിടെ വന്ന് നമ്മോട് സഹകരിച്ചതിന് വളരെ നന്ദി. അതിനുള്ള ടീച്ചറിന്റെ ആദരവ് ഏറ്റുവാങ്ങാൻ വേണ്ടി സാറിനെ ക്ഷണിക്കുന്നു.
താങ്ക് യു. അതിനുവേണ്ടി യോഗത്തിൻ്റെ അധ്യക്ഷനായ അധ്യക്ഷൻ സീനിയർ ബാബു ജോസ്, യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത നമുക്കൊക്കെ പ്രിയകരിയായിട്ടുള്ള അഗ്രികൾച്ചർ ഓഫീസർ സാന്ദ്ര മാഡം, ലീജിൻ്റെ ജനറൽ സെക്രട്ടറി സീനിയർ സുഭാഷ് മാസ്റ്റർ, ലീജിൻ്റെ ട്രഷറർ സീനിയർ മോഹൻദാസ് ഉൾപ്പെടെ രഞ്ജിനി ടീച്ചർ ഉൾപ്പെടെ വേദിയിലും സദസ്സിലുമുള്ള അവരുടെ വ്യക്തിത്വങ്ങൾ. രഞ്ജിനി ടീച്ചറുടെ പേര് ഞാൻ എടുത്തു പറഞ്ഞത് വരുന്നുണ്ട്. നമുക്കറിയാം, ഇന്ന് അതിഥിയായിട്ടാണ് അവരോട് കടന്നു വന്നിട്ടുള്ളത്. വല്ലാത്തൊരു സന്തോഷം നിറഞ്ഞ ദിവസമാണ്. കാരണം ഇന്ന് കാലത്ത് മുതൽ കർഷകരെ ആദരിക്കുന്ന ചടങ്ങുകളിൽ 2 ചടങ്ങുകൾ പങ്കെടുക്കാൻ കഴിയുന്നതാണ്. അവിടെ എനിക്കേറെ പ്രിയപ്പെട്ട രണ്ടുപേര് വേദികരിക്കുന്നുണ്ട്, സാന്ദ്ര മേഡവും ബാബു മേഡവും. അതിലേറെ സന്തോഷം തോന്നുന്നത് പ്രിയപ്പെട്ട ജോസഫ് ഭട്ടിന് അതുപോലെ തന്നെ ചന്ദ്രനെ ഇവിടെ നമ്മൾ ആദരിച്ചു എന്നുള്ളതാണ്. സത്യത്തിൽ ആദരവ് നൽകേണ്ടവർ ഇവർ തന്നെയാണ് എന്ന് ഉത്തമ ബോധ്യത്തോടു കൂടിയാണ് സീനിയർ ചേംബർ ഇന്റർനാഷണൽ പരിപാടി ലീജിയൻ ഇത്തരമൊരു പരിപാടി ഈ 1-ാം തീയതി പുതുവർഷം ഒക്കെ നമ്മൾ കരുതിക്കൊണ്ട് ഈ ഒരു മാസം പിറക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിൽ കാണുന്നത് ഓണത്തെയാണ്. ആ ഓണത്തിൻ്റെ തുടക്കം സത്യത്തിൽ ഇന്ന് തന്നെയാണ്. 1200 എന്ന ഒരു സംഖ്യയിലേക്ക് മലയാള ഭാഷ കടന്നെത്തിയ ദിവസം. ഇവിടെ സീനിയർ ചേംബർ ഇന്റർനാഷണൽ എന്നത് കർഷകരുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഓർഗനൈസേഷൻ തന്നെയാണ്. കാരണം റിട്ടയർമെന്റ് കാലഘട്ടത്തിൽ നമുക്ക് ചെയ്യാൻ ഏറ്റവും ഉചിതമായ ജോലി എന്ന് പറയുന്നത് കാർഷിക വൃത്തി തന്നെയാണ്. ഒരുപാട് കാലം ഓഫീസിൽ വർക്ക് ചെയ്തിട്ട് അവിടെയുള്ള ബന്ധങ്ങളൊക്കെ അവസാനിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ആ ഒരു സ്ഥാപനത്തിന് പടിയിറങ്ങുക. പലപ്പോഴും അവിടെ ഉള്ളതിൽ ബഹുഭൂരിപക്ഷം ഇതുപോലെ പടിയിറങ്ങി വന്ന ആളുകൾ തന്നെയാണ്. എനിക്കറിയുന്ന പലരും അധ്യാപകരായിട്ടും മറ്റ് വിവിധ മേഖലകളിലായിട്ടും ഒക്കെ പ്രവർത്തിച്ചുകൊണ്ട്. സാന്ദ്ര മേഡം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, സീനിയർ ചേംബർ ഇന്റർനാഷണൽ എന്ന പ്രസ്ഥാനം, അതിനെക്കുറിച്ച് അവർക്ക് കൂടുതൽ അറിയില്ലെങ്കിലും ഞാൻ അതിൻ്റെ ഒരു ബുക്ക് അവർക്ക് നൽകിയിട്ടുണ്ട്. ഈ ഒരു ഓർഗനൈസേഷൻ വേൾഡ് വൈഡ് ആയിട്ടുള്ളതാണ്. അവർ ചോദിച്ചതിനോട് കേരളത്തിൽ മാത്രമാണോ അല്ലെങ്കിൽ ഇവിടെ മാത്രമാണോ എന്നുള്ളത്. ഇന്റർനാഷണൽ ലെവലിലേക്ക് സീനിയർ ചേംബർ ഇന്റർനാഷണൽ നടന്നു പോയപ്പോൾ അത് കർഷകരെ ആദരിക്കൽ മാത്രമല്ല, അതോടൊപ്പം തന്നെ ചാരിറ്റി പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ നടത്തുവാൻ വേണ്ടിയിട്ട് തന്നെയാണ്. സമൂഹത്തിൽ യുവതലമുറയ്ക്ക് ചെയ്യാൻ കഴിയാത്തത് ഒരുപാട് കാര്യങ്ങൾ മുതിർന്നവർക്ക് ചെയ്യാൻ കഴിയുമെന്ന് എന്നും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് നിങ്ങളൊക്കെ ഇവിടെ വന്നിരിക്കുവാൻ ഒരു കാരണമാണ്. കഴിഞ്ഞുപോയ കാലങ്ങളിൽ നമ്മൾ യുവാക്കളായിരുന്നു അല്ലെങ്കിൽ ചെറുപ്പക്കാരായിരുന്നു. മോഹൻദാസ് പറഞ്ഞതുപോലെ നമ്മുടെ ഗ്രേഡിനകത്തുള്ളതുപോലെ ഏജ് ഈസ് ഓൺലി എ സേഫർ നമ്പർ 4 റെക്കോർഡ്. വയസ്സ് എന്നത് ഒരു റെക്കോർഡ് മാത്രമായിട്ട് ഔദ്യോഗികമായിട്ട് നമ്മളെ നേരത്തെ പറഞ്ഞ പോലെ പടിയിറക്കി വിടാൻ വേണ്ടിയിട്ട് നമ്മുടെ സമൂഹം ചിട്ടപ്പെടുത്തി വെച്ച ഒരേ ഒരു കാര്യം മാത്രമാണ്. കാരണം എല്ലാ കാലത്തും ചെറുപ്പക്കാർ ചെയ്യുന്നതിനേക്കാൾ കൂടെ ചുറുചുറുക്കോട് കൂടിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നുള്ളത് ഇപ്പോഴും തന്നെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇറങ്ങി ഓടി നടന്നാണ് ഇപ്പോൾ സപ്ലൈ ചെയ്യുന്നത്, ചായ കൊടുക്കുന്നതും കടി കൊടുക്കുന്നതും ഒക്കെ. ഇപ്പൊ സമൂഹത്തിൽ ഇത്തരം കാര്യങ്ങളിൽ ഇന്നും രാവിലെ നമ്മൾ പഞ്ചായത്തിന്റെ പരിപാടിയിൽ കണ്ടപ്പോൾ അവിടെ ചെറുപ്പക്കാരെല്ലാം കൂടുതലുള്ളത്. മുതിർന്നവർ തന്നെയാണ് ആദരിക്കപ്പെടുന്നത് കാർഷിക മേഖലയിലാകട്ടെ. അതിൽ യുവ കർഷകൻ എന്ന് പറയുന്ന മനോജന്റെ അതേ ഏജാണ്, എൻ്റെ അതേ പേരാണ്. അദ്ദേഹത്തെ തിരഞ്ഞെടുത്ത് അദ്ദേഹം യുവാവ് എന്ന് എനിക്ക് തോന്നുന്നില്ല, മുതിർന്ന ആളാണ്. പക്ഷെ പ്രായം കൊണ്ടല്ലെങ്കിലും ശരീരഘടന കൊണ്ടും ഒക്കെയായിട്ട് അദ്ദേഹം ഇന്നും യുവത്വം നിലനിർത്തുന്നതാണ്. ഓരോ ആളുകളും ടീച്ചേഴ്സൊക്കെ എനിക്കറിയാം, രഞ്ജിനി ടീച്ചറൊക്കെ
അത്യാവശ്യം പച്ചക്കറി നല്ല രീതിയിൽ തന്നെ ചെയ്യുന്ന ആളാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും തന്നെ. അപ്പൊ സന്ദർഭം സൂചിപ്പിച്ച പോലെ കാർഷിക മേഖലയിൽ ഒരുപാട് ഉന്നതിയിലേക്ക് പോകുവാൻ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ നിങ്ങൾ തന്നെയാണ്. എത്രയോ വർഷമായിട്ട് ഈ കാർഷിക ദിനത്തില് ഞാനും പഞ്ചായത്തിന്റെ പരിപാടിക്ക് പങ്കെടുക്കാറുണ്ട്, നല്ല കർഷകരെ തിരഞ്ഞെടുക്കാൻ പോകാറുണ്ട്, ഒക്കെ ചെയ്യാറുണ്ട്. കഴിഞ്ഞ മുമ്പത്തെ വർഷത്തെ മകനായിരുന്നു മികച്ച വിദ്യാർത്ഥി കർഷകനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പോഴും ഞാനിങ്ങനെ ചിന്തിക്കായിരുന്നു, എനിക്കെപ്പോഴാണ് ഇതുപോലത്തെ അവാർഡ് കിട്ടുന്നത്. തീർച്ചയായിട്ടും ഞാൻ സുഭാഷ് മാഷോട് പറഞ്ഞു, മാഷെ അടുത്ത പ്രാവശ്യത്തെ മികച്ച കർഷകനായിട്ട് ഞാൻ വരാൻ വേണ്ടി ശ്രമം നടത്തും. പക്ഷെ അതിന്റെ വിഘാതമായിട്ടുള്ള ഒരേ ഒരു ഘടകം എന്ന് പറയുന്നത് കുറച്ച് പന്നികളാണ്. ആ പന്നികളെ കൊണ്ട് വല്ലാത്ത ശല്യം. ഒരുപാട് കപ്പയും ചേമ്പും കാച്ചിലും ഒക്കെ നട്ടുകൊണ്ടിരുന്നു ഞാൻ. അതൊക്കെ അവിടെ നിർത്തി. കാരണം ഇതിന്റെ വിളവെടുപ്പിന്റെ സമയത്ത് പൂർണ്ണമായും എടുത്തുകൊണ്ട് പോകുന്നത് പന്നികളാണ്. എന്നാൽ ഞങ്ങൾക്ക് കഴിക്കാൻ ഒരു കഷ്ണമെങ്കിലും അവിടെ വെച്ച് പോകേണ്ടത്, അതൊന്നും ചെയ്യാറില്ല. എല്ലാം കൂടെ അടിയെ മറച്ചെടുത്തു കൊണ്ടുപോകും. അതിന് വേണ്ടത് കഴിക്ക്, ബാക്കിയുള്ളത് കടിച്ച് പൊണ്ടിച്ച് നുറുക്കി മനുഷ്യൻ തൊടാൻ പറ്റാത്ത രീതിയിലേക്ക് മാറ്റി വെക്കും. അപ്പൊ ഇന്ന് ഞാനൊരു തീരുമാനം എടുത്തതെന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് വൈദ്യുതി വേലി പറമ്പിന് ചുറ്റും സ്ഥാപിക്കാൻ തീരുമാനിച്ചു. അതിലേക്ക് എനിക്ക് പ്രചോദനമായിട്ട് വന്നത് ഇത് ഫെഡറൽ ബാങ്ക് അവിടെ പ്രഖ്യാപിച്ചു കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ലോണുകൾ വളരെ കുറഞ്ഞ പലിശയിൽ 4% ലോണുകൾ ലഭിക്കുന്നുണ്ട്. അപ്പൊ അതിന് ബാങ്കുകാർക്ക് സമീപിക്കാം, അല്ലെങ്കിൽ ശാസ്ത്രമാനത്തോട് ചോദിച്ചു ഞാൻ എങ്ങനെ സംവിധാനം പറഞ്ഞിരുന്നു. സാന്ദ്രമാനത്തെ കുറിച്ച് പറയുമ്പോൾ കാർഷിക മേഖലയിലേക്ക് അദ്ദേഹം ഒരു ഉദ്യോഗസ്ഥരായിട്ട് കടന്നു വന്നതിനേക്കാൾ ഉപരി എനിക്ക് തോന്നുന്നത് മണ്ണിനോട് എഴുതിച്ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിത്വം എന്നുള്ളതാണ്. അവരൊരു ഓഫീസർ എന്ന രീതിയിലല്ല, ഒരു സഹോദരി എന്നുള്ള രീതിയിൽ ഞങ്ങളോടൊക്കെ സംസാരിക്കുമ്പോൾ അതോടൊപ്പം തന്നെ എന്താവശ്യമുണ്ടെങ്കിലും എനിക്കൊന്ന് ബാബു യോസേട്ടനെ, ചന്ദ്രനെ, അതുപോലുള്ള ഗസ്ബേട്ടിനെ എന്നെയൊക്കെ വിളിക്കാറുണ്ട്. ഏത് പരിപാടി മുൻകാലങ്ങളിലുണ്ടായിരുന്ന ഓഫീസർമാർ മോശമായിരുന്നു ഞാൻ പറയുന്നു. പക്ഷെ അതിനൊക്കെ ഉപരിയായിട്ട് അവരുടെ നാട് എന്ന രീതിയിൽ പേരാവുന്നെ ഇപ്പോൾ കാണുകയാണ്. തീർച്ചയായിട്ടും ജോലിയിൽ ഒരുപാട് വിവരങ്ങൾ എത്താൻ സാന്ദ്രപ്പെടുത്താൻ കഴിയും. ചെറുപ്രായമാണ്. തീർച്ചയായിട്ടും പേരാവൂരിൽ ഒരുപാട് കാലം ജോലി ചെയ്യാൻ അവർക്ക് കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം സീനിയർ ചേംബർ ഇന്റർനാഷണൽ എന്നത് പ്രായം ഒരുപാട് ആകുമ്പോൾ എൻജോയ്മെന്റിലേക്ക് കടന്നു പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രസ്ഥാനമായിട്ടാണ് ഇത് രൂപകൽപ്പന ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്രായം കൂടുന്തോറും ഉയരം കൂടുന്തോറും സ്വാദ് കൊണ്ടെന്ന് പറഞ്ഞ ആ ഒരു പരസ്യം പോലെ പ്രായം കൂടുന്തോറും കഴിവുകൾ കൂടി വരികയാണ്. കൂർമ്മ ബുദ്ധി ഒക്കെ വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ ചെറുപ്പക്കാർ മാതൃകയാക്കേണ്ട വ്യക്തിത്വങ്ങളാണ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും. ഇത്തരമൊരു സംഘടനയിലേക്ക് നിങ്ങൾ കടന്നു വന്നപ്പോൾ പേരാവൂരിൽ സീനിയർ ചേംബർ ഇന്റർനാഷണൽ ആരംഭിച്ചിട്ട് ഏകദേശം 8ാമത്തെ വർഷമാണ്. 8 വർഷം കഴിഞ്ഞു. ഞാനതിന്റെ സ്ഥാപക ജനറൽ സെക്രട്ടറിയായിട്ട് വന്നൊരു വ്യക്തിത്വമാണ്. കഴിഞ്ഞ ടൈമില് അതിന്റെ ലീജിയന്റെ പ്രസിഡന്റായി. ഈ വർഷം നാഷണൽ കോർഡിനേറ്ററായിട്ട് പ്രൊമോഷൻ ലഭിച്ചു. 1 കോടിയിൽ ലീജിയൻ വന്നപ്പോൾ ബാബുവും സുഭാഷ് മാഷും മോഹൻദാസും ഒക്കെ ചേർന്നുകൊണ്ടുള്ള ആ ഒരു ഒത്തൊരുമയോടുള്ള പ്രവർത്തനം ഇന്ന് സീനിയർ ചേംബർ ഇന്റർനാഷണൽ എന്ന ഈ ലീജിയൻ നാഷണൽ ലെവലിൽ തന്നെ നമ്പർ 1 ആയിട്ട് മാറിയിരിക്കുകയാണ്. ഒരു പ്രവർത്തനം നിരവധി അവാർഡുകളാണ് കഴിഞ്ഞ ഏരിയ കോൺകോഴ്സിലും അതുപോലെ തന്നെ നാഷണൽ കോൺകോഴ്സിലും ഒക്കെ 1 കോടി ലീജിയൻ കരസ്ഥമാക്കിയിട്ടുള്ളത്. ഇതൊക്കെ കേൾക്കുമ്പോൾ എന്താ നിങ്ങൾക്ക് ഇരിക്കുന്നത്? ഒരു കയ്യടി കൊടുത്തുകൂടെ? ഇത്രയും നല്ല പ്രവർത്തനമാണ് ഇത് നടത്തുന്നത്. സീനിയർ ചേംബർ ഇന്റർനാഷണലിലെ ഇതുപോലുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ അർഹതപ്പെട്ട ആളുകൾക്ക് അവർക്ക് അവകാശപ്പെട്ട കാര്യങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ട്, അത് തുന്നൽ മെഷീനാവട്ടെ, അവയവങ്ങളാവട്ടെ, വീൽ ചെയറുകളാവട്ടെ, മറ്റ് ചികിത്സക്കാരുള്ള പദ്ധതികളാവട്ടെ ഒക്കെയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. കോടിക്കണക്കിന് രൂപ സമാഹരിച്ചുകൊണ്ടാണ് സീനിയർ ചേംബർ ഇന്റർനാഷണൽ നാഷണൽ ഗവേണിംഗ് ബോർഡ് ഇപ്പോൾ മുന്നോട്ടേക്ക് പോകുന്നത്. വയനാടിന് വേണ്ടി കൈത്താങ്ങാവാം. അതിലേക്ക് ഇന്ന് കുഞ്ഞുമകള് സഹസ്രപുണ്യ എന്ന് പറയുന്ന കുഞ്ഞുമകൾ 4 വയസ്സുകാരിയാണ്. അവര്
അവരുടെ സമ്പാദ്യം, ചെറുപ്പത്തിലെ സമ്പാദ്യം വളർത്തുക എന്നുള്ള ആ ഒരു കാഴ്ചപ്പാട് വന്നപ്പോൾ പ്രകൃതി അതിന്റെ കരാളാവസ്ഥ കൊടുത്ത് തലോടിയപ്പോൾ ഒരുപാട് ജീവനുകൾ നമുക്ക് നഷ്ടപ്പെടുകയുണ്ടായി. അവരുടെ കുടുംബാംഗങ്ങളെ സഹായിക്കുന്നതിനായിട്ട് ആ കുഞ്ഞു മനസ്സിൽ തോന്നിയ ഒരു കാര്യം, അതാണ് ഇതൊരു ഫണ്ടായിട്ട് സാന്ത്വന മേഡത്തിന് കൈമാറിയത്. തീർച്ചയായിട്ടും പലതുള്ളി പെരുവെള്ളം എന്നതുപോലെ ആ നാണയത്തുള്ളികൾ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അത് ചെറിയതാണ്, പക്ഷെ ചെറുതല്ല. ആ മനസ്സിന്റെ പേര് പോലെ തന്നെ സഹസ്ര പുണ്യം, ആ പുണ്യമാണ് ഇതിവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുവാനുണ്ട് പ്രസ്ഥാനത്തെ കുറിച്ചുമൊക്കെ. ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല, കാരണം കൂടുതലായി കഴിഞ്ഞാൽ എന്തും മോശമായി പോകും എന്നുള്ളതുകൊണ്ട് ഒരു 4 വരി മലയാളത്തിന്റെ പാട്ട് മാത്രം ആലപിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. കേരളം കേളികൊട്ടുയരുന്ന കേരളം, കേളി കറുപ്പും പൂക്കും കേരളം, കേരളി സദനമാവിൻ കേരളം, കേരളം കേരളം. താങ്ക് യു. സുഭാഷ് സാർ, മറ്റ് വേദിയിലും സദസ്സിലും എത്തുന്ന ബഹുമാനപ്പെട്ട വ്യക്തികളെ, കുടുംബാംഗങ്ങളെ, ഒത്തിരി സന്തോഷമുണ്ട്. ഇന്നത്തെ ഒരു ദിവസം ഇവിടെ നമ്മൾ സകുടുംബം കർഷക ദിനം ആചരിക്കുന്നതിനും ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ നമ്മുടെ പ്രദേശത്തെ പ്രഗത്ഭരായ കർഷകരെ നമ്മൾ ആദരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ടും ഉചിതമായിട്ടുള്ള ഒരു കാര്യമാണ് ഇത്. കാരണം നമുക്കറിയാം, ഭാരതം എന്ന് പറയുന്ന നമ്മുടെ മഹാരാജ്യം ഏതാണ്ട് 143 കോടി ജനങ്ങൾ തിങ്ങി നിറഞ്ഞ് ജീവിക്കുന്ന ഈ രാജ്യത്ത് 60% ആൾക്കാർ കർഷക വൃത്തിയിലാണ് ഏർപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് കർഷകരെ ആദരിക്കുക എന്നുള്ളത് തീർത്തും ഉചിതമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഞാൻ ഒരുപാട് കാര്യങ്ങളൊന്നും പറയുന്നില്ല, എന്നാലും ഒരു ചെറിയൊരു അനുഭവ കഥ ഞാൻ പെട്ടെന്ന് പറയാം. കഴിഞ്ഞ ദിവസം കേട്ട ഒരു കഥയാണ് ലോറ ആന്റിയുടെ കഥ. 1980-കളിൽ പാല എന്ന് പറയുന്ന തിരുവിതാംകൂറിലെ പ്രദേശത്തു നിന്ന് അമേരിക്കയിലെ ഫ്ലോറിഡയിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത ലോറ ആന്റി, അവര് മൈക്രോസോഫ്റ്റിലെ ജോലി ചെയ്തു വരികയായിരുന്നു. ധാരാളം വർഷം ജോലി ചെയ്തു കഴിഞ്ഞപ്പോൾ അവർക്ക് തോന്നി തൻ്റെ മാതൃരാജ്യമായ ഇന്ത്യയിൽ നമ്മൾ കർഷകരാണ് കൂടുതലും. പ്രത്യേകിച്ച് കേരളത്തിൽ പാലായിലൊക്കെ ധാരാളം കർഷകരാണ്. കർഷക കുടുംബത്തിൽ ജനിച്ചവർ വിചാരിച്ചു ഈ ജോലി മതി, മൈക്രോസോഫ്റ്റിലുള്ള ജോലി തൽക്കാലം മതിയാക്കാം എന്ന് വിചാരിച്ച് അവർ ചെയ്ത കാര്യം നമുക്കറിയാം. മൈക്രോസോഫ്റ്റിലൊക്കെ ഒരു ലേഡി ജോലി ചെയ്യണമെങ്കിൽ അവർ എത്രമാത്രം ടാലന്റഡ് ആയിട്ടുള്ള ആളാണ്. എന്നിരുന്നാൽ പോലും അവര് ഒരു കുസലമില്ലാതെ ആ ജോലി റിസൈൻ ചെയ്തിട്ട് ഫ്ലോറിഡയിൽ ഒരു 12 ഏക്കർ സ്ഥലം വാങ്ങിച്ച് അവിടെ നമ്മുടെ നാട്ടിൽ കാണുന്ന എല്ലാ സസ്യലതാദികളും, ഫലവൃക്ഷങ്ങളും, പൂക്കളും, ചെടികളും, മരങ്ങളും ഒക്കെ നട്ടുപിടിപ്പിച്ചു. എന്നിട്ട് ആർക്ക് വേണമെങ്കിലും അവിടെ പോയി വിസിറ്റ് ചെയ്യാൻ പറ്റും, കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാം. എല്ലാവർക്കും വേണ്ടി അവരുടെ ഈ 12 ഏക്കർ കൃഷിയിടം അവർ തുറന്നു കൊടുത്തിരിക്കുകയാണ്. അവർ ഈ ഒരു കൃഷിയിൽ ഒത്തിരി സന്തോഷം കണ്ടെത്തുകയാണ്. അപ്പൊ നമുക്കറിയാം, ഒരു മൈക്രോസോഫ്റ്റിൽ ജോലി ചെയ്യുന്നയാള് അത് റിസൈൻ ചെയ്ത് കൃഷിയിലേക്ക് തിരിയണമെങ്കിൽ, കൃഷി എന്ന് പറയുന്നത് അത്ര മോശമായ കാര്യമല്ല, വളരെ ഡിഗ്നിറ്റിയുള്ള ഒരു ജോലി തന്നെയാണ്. പക്ഷെ നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ എന്തുമാത്രം ഡിഗ്നിറ്റി കർഷകന് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഒന്നുകൂടി ആലോചിക്കേണ്ടതാണ്. ഞാൻ ഇന്ത്യയിലുള്ള എല്ലാ കർഷകരെയും സല്യൂട്ട് ചെയ്യുകയാണ് ഈ സമയത്ത്. കാരണം നമ്മളൊക്കെ സീനിയേഴ്സ് ആയിട്ടുള്ള നമ്മളൊക്കെ ഇങ്ങനെ ആരോഗ്യത്തോടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ അഹോരാത്രം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന കർഷകരുടെ കഠിനാധ്വാനത്തിന്റെ ഫലം തന്നെയാണ്, യാതൊരു സംശയവുമില്ല. നമ്മൾ 1 മണിയായി നമ്മുടെ മുൻപിൽ
എത്തുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ആരുടെയും എടുക്കല്ല. കർഷകർ എന്തുമാത്രം അധ്വാനിച്ചിട്ടാണെന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അതുപോലെ ഇന്ന് ആദരിക്കപ്പെട്ട ജോസഫേട്ടനെയും അതുപോലെ ചന്ദ്രേട്ടനെയും ഞാൻ ഏറെ ആദരവോടുകൂടി തന്നെ കാണുകയാണ്. അവരെ ഞാൻ ഒത്തിരി സന്തോഷത്തോടെ എൻ്റെ പേരിലും സീനിയോറിറ്റിൻ്റെ പേരിലും ഞാൻ ഹൃദയംഗമായിട്ട് അനുമോദിക്കുന്നു. താങ്ക് യു. നമ്മളിവിടെ സീനിയർ ചേംബർ ഇന്റർനാഷണലിന്റെ ആഭിമുഖ്യത്തിൽ കർഷകരെ ആദരിക്കാനുള്ള ഒരു വലിയ ചടങ്ങാണ് ഇവിടെ നടത്തിയത്. വളരെയധികം സന്തോഷമുണ്ട്. ഈ സീനിയർ ചേംബർ ഇന്റർനാഷണൽ മുരിങ്ങോടി തുടങ്ങി അത്രയേ ആയിട്ടുള്ളൂ. എല്ലാവരോടും സംസാരിച്ചു കഴിഞ്ഞ് അത് വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട്. ഒരുപാട് പ്രവർത്തനങ്ങൾ ഇവിടെ കാഴ്ചവെച്ചിട്ടുണ്ട്. നമുക്ക് ഏവർക്കും അത് അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. കർഷകരെ ആദരിക്കുക എന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട മഹത്തരമായ ഒരു പ്രവൃത്തിയാണ്. ഇവിടെ ആദരവ് ഏറ്റുവാങ്ങിയ 2 വിശിഷ്ട വ്യക്തിത്വങ്ങൾ കർഷകരെ ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ ഒന്നുകൂടി ആദരിക്കുകയാണ്. പിന്നെ ഇവിടെ നമ്മുടെ കൃഷി ഓഫീസർ, ഞാൻ എന്നും വിചാരിക്കും കൃഷി ഓഫീസർ ഇവിടുന്ന് എഴുന്നേറ്റ് പോയി മാഡം അടുത്ത് നിൽക്കുമ്പോൾ അവരൊരു ഉന്നത പദവിയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ കൊച്ചു മോളടുത്ത് വന്ന് നിൽക്കുമ്പോൾ തോന്നും. ഞാൻ പല പ്രാവശ്യം കൃഷി ഓഫീസിൽ പോയിട്ടുണ്ട്. അപ്പം എല്ലാം എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു ആകർഷണം. നല്ല ഒരുപാട് പ്രവർത്തനത്തിൽ ഭയങ്കര എന്താ പറയുക വ്യക്തിമുദ്ര പതിപ്പിക്കുന്ന ഒരാളായിട്ടാണ് കാണാൻ സാധിച്ചത്. നമുക്ക് ഇനിയും ഒരുപാട് മുന്നോട്ട് കുതിക്കേണ്ടിയിരിക്കുന്നു. എല്ലാവർക്കും എല്ലാ നന്മകളും ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഈ പരിപാടിയുടെ അധ്യക്ഷൻ ബാബു ജോസ്, അതുപോലെ തന്നെ സെക്രട്ടറി സുഭാഷ് മാസ്റ്റർ, ട്രഷറർ മോഹൻദാസ്, മനോജ് ദാസ്, അതുപോലെ തന്നെ ഉദ്ഘാടനം പോയ അടിപൊളി അഗ്രികൾച്ചർ ഓഫീസർ, സീനിയോറിറ്റി ഇന്ന് ചിങ്ങ 1 കർഷക ദിനമായി ആദരിക്കുന്ന ഇന്നത്തെ ദിവസം നമ്മളിവിടെ 2 മഹത് വ്യക്തികൾ KK ജോസഫ് അതുപോലെ തന്നെ ചന്ദ്രൻ ഇവരെ നമ്മൾ വേദിയിൽ വെച്ച് ആദരിച്ചു കഴിഞ്ഞു. നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു കൃഷി ഏത് രീതിയിൽ വിജയിപ്പിക്കാം എന്ന് പ്രകൃതിയുടെ മറ്റ് അതുപോലെ തന്നെ വന്യമൃഗങ്ങളുടെ ജീവമാശയം ഇതൊക്കെ അതിജീവിച്ചുകൊണ്ട് ഒരു കർഷകനെ ഇന്നത്തെ കാലഘട്ടത്തിൽ യാതൊരു മനസ്സുമടുപ്പവും ഇല്ലാതെ കണ്ട് വിജയിക്കണമെങ്കിൽ അവരുടെ ഒരു മനസ്സിലായും നമ്മൾ അംഗീകരിക്കാതെ നോക്കിയില്ല. ഈ ഒരു സാഹചര്യത്തിൽ ഈ 2 മഹത് വ്യക്തികൾ ഈ നാടിൻ്റെ അതുപോലെ ഈ പ്രദേശത്തിൻ്റെ നമ്മുടെ സംഘടനയുടെ അംഗങ്ങളാണ് എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും അവരെ അഭിമാനത്തോട് മാത്രമേ ഓർക്കാൻ സാധിക്കുള്ളൂ. ഈ പരിപാടി സീനിയർ ചേംബർ മുരിങ്ങോട് റീജിയൻ്റെ എല്ലാ അഭിനന്ദനങ്ങളും എൻ്റെ സ്വന്തം പേരിലും അതുപോലെ തന്നെ റീജിയൻ്റെ പേരിലും ഞാൻ സ്ഥാപിക്കുള്ളൂ. പ്രിയപ്പെട്ട പേരാമ കൃഷി ഓഫീസർ ചന്ദ്ര മേഡം ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞവർ സീനിയർ PPF നാഷണൽ കോർഡിനേറ്റർ മനോജ് നാരായണൻ, നമ്മുടെ റീജിയൻ പ്രസിഡന്റ് സീനിയർ PPF ബാബുവേട്ടൻ, സെക്രട്ടറി സീനിയർ സുഭാഷ് മാസ്റ്റർ, ട്രഷറർ സീനിയർ സീനിയോറിയസ് സുഹൃത്തുക്കളെ, ചിങ്ങം 1 നാം കർഷക ദിനമായി ആചരിക്കുകയാണ്. സമഭാവനയുടെ ദിനമാണ് ചിങ്ങം 1. സീനിയർ ചേംബർ മുരിങ്ങോട് റീജിയൻ ഇന്ന് 2 കർഷകരെ ആദരിക്കുകയാണ്. അതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. നമ്മുടെ റീജിയനിൽപ്പെട്ട ആളെ തന്നെ നമുക്ക് ആദരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും സന്തോഷം നൽകുന്ന ഒന്നാണ്. സീനിയർ ചന്ദ്രേട്ടൻ പേരാവൂർ സ്വദേശി, അതുപോലെ തന്നെ ജോസഫ് പെരുമുന്ന സ്വദേശിയുമാണ്. ചന്ദ്രേട്ടനെ 2 വർഷം മുമ്പ് പേരാവൂർ പഞ്ചായത്ത് 13ാം വാർഡിലെ ഏറ്റവും നല്ല കർഷകനായി ആദരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ജോസഫ് ഞങ്ങൾ ഒന്നിച്ച് പഠിച്ച സഹപാഠികളാണ്. അതിൽ കൂടുതൽ സന്തോഷം.
രണ്ടുപേരും നല്ല കർഷകരും കാർഷിക വൃത്തി കഴിവ് തെളിയിച്ചവരുമാണ്. ഇനിയും ഇവർ രണ്ടുപേരും കാർഷിക വൃത്തിയിൽ ഉന്നതിയിലെത്തട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. ഇന്ന് കർഷക ദിനമാണ്. ഈ കർഷക ദിനത്തിൽ നമ്മളുടെ ആദരിക്കാൻ നമ്മുടെ ഇടയിൽ തന്നെ രണ്ടുപേരും, അവരെ ഞാൻ ആദ്യമായിട്ട് അഭിനന്ദിക്കുകയാണ്. കാരണം ഈ കാലഘട്ടത്തിൽ എല്ലാ വെല്ലുവിളികളെയും നേരിട്ടുകൊണ്ട് ഒരു കർഷകനായി സമർത്ഥനായ കർഷകരായിട്ട് മുന്നോട്ട് പോവുക, അതിൽ വിജയം കൊയ്യുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്കൊന്നും സാധിക്കാത്ത, ഞാനത് പറയാൻ കാരണം ഞാൻ അടിസ്ഥാനപരമായിട്ടൊരു കർഷകനായിരുന്നു. എൻ്റെ ഗ്രാൻഡ് ഫാദർ എല്ലാവരും കർഷകരായിരുന്നു. അവരൊക്കെ ഒരു തരത്തിൽ പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും അച്ഛനോ അല്ലെങ്കിൽ ആരെയും കർഷകരായിരുന്നു. തീർച്ചയായും അവരൊക്കെ അന്നത്തെ ആ ജീവിത സാഹചര്യത്തിൽ ആ അടിസ്ഥാനപരമായി അവരെ അതിൽ നിന്ന് വിജയം കൊയ്തുകൊണ്ട് നമ്മളെയൊക്കെ വളർത്തിയത് കാർഷിക മേഖലയിൽ. ഇന്ന് നമ്മുടെ കുട്ടികളും നമ്മുടെ ചെറുപ്പക്കാരും ആരും തന്നെ കാർഷിക മേഖലയിലേക്ക് വരാൻ മടിക്കുന്നു. ഗത്യന്തരമില്ലാതെയാണ് മിക്കവരും വരുന്നത്. ഒത്തിരി കാരണങ്ങളുണ്ട്. ഇപ്പൊ ഇവരോട് ചോദിച്ചാൽ ഇവരൊക്കെ അതിനെ അതിജീവിക്കുന്ന എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയും. ബേബി എൻ്റെ സുഹൃത്താണ്, രണ്ടുപേരും സുഹൃത്താണ്. ബേബി താമസിക്കുന്ന സ്ഥലത്ത് ഇല്ലാത്ത ക്ഷുദ്രജീവികളൊന്നുമില്ല. പന്നിയുണ്ട്, ആനയുണ്ട്, കുരങ്ങുണ്ട്, അങ്ങനെ ഒരുമാതിരി എല്ലാ ജീവികളും ഉണ്ട്. അതിൽ നിന്നെല്ലാം എതിർത്തുകൊണ്ട് ഒരു കർഷകൻ എന്ന നിലയിൽ വിജയം കൊയ്തിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മിൽ നിന്ന് വ്യത്യസ്തരായ രണ്ട് ആൾക്കാരെന്ന് നമുക്ക് നിശ്ചയം പറയാൻ പറ്റില്ല. അവർ വിജയിക്കട്ടെ. ഈ കാർഷിക പ്രവൃത്തിയിൽ നിന്നും പിന്മാറാതെ വീണ്ടും വീണ്ടും ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുകയും അതോടൊപ്പം തന്നെ അവരെ അഭിനന്ദിക്കുകയും കൂടെ ചെയ്യുകയാണ്. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് ഇറങ്ങുകയാണ്. ഇന്ന് നമ്മുടെ ഈ സീനിയർ ചേംബർ ഒരുമോടി ലീജിയന്റെ അധ്യക്ഷ സ്ഥാനം വഹിച്ച നമ്മുടെ ബാബു ജോസ് ആണ്. സീനിയർ ബാബു ജോസ് വിജയമാണ്. അദ്ദേഹത്തോട് വളരെയേറെ നന്ദി പ്രകാശിപ്പിക്കുകയാണ്. സീനിയർ ചേംബർ ഒരുമോടി ലീജിയന്റെ പേരിൽ നന്ദി പ്രകാശിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് നമ്മുടെ വിശിഷ്ടാതിഥിയായിട്ട് ഇവിടെ എത്തിയ നമ്മുടെ കൃഷി ഓഫീസർ സാന്ദ്ര മേഡത്തെ നമ്മുടെ എല്ലാവരും തന്നെ ബിസിനസ്സിൽ പറഞ്ഞു കഴിഞ്ഞു. നല്ല ഏതൊരു അടിസ്ഥാനപരമായിട്ട് എല്ലാ സഹായങ്ങളും എപ്പോഴും ചെയ്യാൻ പറ്റുന്ന ഒരു യുവതി, എപ്പോഴും സന്നിഹിതമായിരിക്കുന്ന, ഏത് കാര്യത്തിനും നമ്മോടൊപ്പം കൃഷിയുമായി ബന്ധപ്പെട്ട ഏത് കാര്യത്തിലും സഹായിക്കുന്ന ഒരു ഓഫീസർ നമ്മൾ പുറകോട്ടായതുകൊണ്ട് മാത്രമാണ്. ഇപ്പൊ ഞാൻ പറയാം, ഞാൻ കൃഷി ഓഫീസറെ, കൊച്ചു കൊച്ചു കൃഷികളുണ്ട്, പക്ഷെ ഞാൻ ഇതുവരെ കൃഷി ഓഫീസറുമായി ബന്ധപ്പെട്ടിട്ടില്ല. ഒരു കാരണങ്ങൾ പലതും ഉണ്ടാവാം. എങ്കിലും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് വളരെ താല്പര്യപൂർവ്വം ഈ ചെറിയൊരു വേദിയിലേക്ക് മിസ് വരികയും നല്ലൊരു പ്രസംഗം കാഴ്ചവെക്കുകയും ചെയ്തു. അവരോട് ഞാൻ ലീജിയന്റെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. പിന്നെ നമ്മുടെ സെക്രട്ടറി സുഭാഷ് മാഷുണ്ട്, അതുപോലെ തന്നെ മോഹൻദാസ്, നമ്മുടെ ട്രഷറർ മോഹൻദാസ്, ഇവരൊക്കെ നമ്മുടെ ലീജിയന്റെ തലപ്പത്തിരിക്കുന്ന പ്രഗത്ഭരായ എന്തിനും ഏതിനും നമ്മളോടൊപ്പം അതായത് നമ്മുടെ സീനിയർ ചേംബർ ഒരുമോടി ലീജിയനോടൊപ്പം പ്രവർത്തിക്കുന്ന വ്യക്തിത്വങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വർഷം ആയിട്ടില്ല, അതുകൊണ്ട് ഇത്രയും മികച്ചൊരു പ്രവർത്തനം നമുക്ക് കാഴ്ചവെക്കാൻ സാധിച്ചത്. അവരോട് പ്രത്യേകം നന്ദി ലീജിയന്റെ പേരിൽ രേഖപ്പെടുത്തുകയാണ്. പിന്നെ നമ്മുടെ സീനിയർ മെമ്പേഴ്സ് എല്ലാവരും തന്നെ കൂട്ടായ്മയുടെ ഒരു പ്രതീകമാണ്. നമ്മളെല്ലാവരും കൂട്ടായ്മ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വിജയങ്ങളിലേക്ക് കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ.
അവരെയും ഞാൻ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇതിന് പുറമെയായിട്ട് നമ്മുടെ മനോജ് താഴെപ്പുര നമ്മൾ ലീജിയൻ രൂപീകരിച്ചപ്പോൾ വളരെയധികം സഹായം നമുക്കൊന്നും അറിയില്ലായിരുന്നു. ഈ ലീജിയനുമായിട്ട് അല്ലെങ്കിൽ സീനിയർ ചേംബറുമായിട്ട് നമുക്ക് അതിന്റെ ഘടകങ്ങളെ പറ്റി അതിന്റെ പ്രവർത്തനങ്ങളെ പറ്റി ഒന്നും അറിയില്ല. ഓരോ കാര്യത്തിലും ഓരോ പ്രവർത്തനങ്ങൾക്കും ഞങ്ങളുടെ പുറകിൽ നിന്ന് ഞങ്ങൾക്ക് നിർദ്ദേശങ്ങൾ തരികയും പിന്നെ സാറുണ്ടാവും ഞങ്ങളെ മുന്നോട്ട് നയിക്കാൻ. ഒരു കണക്കിന് 6 മാസം കൊണ്ട് ഞങ്ങളുടെ ഈ പരുവത്തിൽ ഇത്രയും ബിനിസാറിന്റെയും പ്രവർത്തനങ്ങൾ മൂലമാണ്. ബിനിസാർ വരാമെന്നായിട്ടാണ്, അതുകൊണ്ട് വരാൻ പറ്റിയില്ല. എന്തോ തിരക്കഴഞ്ഞതുകൊണ്ടാണ് ബിനിസാർ വരാത്തത്. ഈ രണ്ടുപേരെയും ഞങ്ങൾ ലീജന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. പിന്നെ ഇവിടെ സീനോലി എന്നൊരു സംഘടനയും കൊണ്ട്, അതായത് ലേഡീസ് വിങ്, സീനിയർ ചേംബർ ഇന്റർനാഷണൽ ലേഡീസ് വിങ് കൊണ്ട് അവരിവിടെ സന്നിഹിതരായിട്ടുണ്ട്. എല്ലാ സീനിയോറിറ്റിനും ഈ ലീജിയന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. പിന്നെ ഈ ലീജിയന്റെ കുടുംബാംഗങ്ങൾ, ക്ഷണിക്കപ്പെട്ട ഫ്രണ്ട്സ്, അയൽക്കാർ, ഈ ഞങ്ങളുടെ ഈ കൊച്ചു പരിപാടിയിൽ ഇവിടെ എത്തുകയും ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുകയും ചെയ്ത എല്ലാവർക്കും ഒരു കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് जय हे भारत भाग्य विधाता, पंजाब सिंधु गुजरात मराठा द्राविड उत्कल गंगा, विंध्य हिमाचल यमुना गंगा, उच्छल जलधि तरंगा, तब शुभ नामे जाहे, तब शुभ